ഹലോ, നിങ്ങൾക്ക് കുട്ടവഞ്ചിയിൽ കയറാൻ ആഗ്രഹമുണ്ടോ ഗൈസ്? എന്നാൽ ഇനി ഹൊഗനകൽ വരെ പോകേണ്ട ആവശ്യമേ ഇല്ല. പത്തനംതിട്ട അടവ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് വന്നാൽ മതി. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമ്മൾ പേരും മേൽവിലാസവും ഫോൺ നമ്പറും എല്ലാം നൽകണം. 500 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. 4 മുതിർന്നവർക്കും 5 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്കും കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാം. ഇതുവഴിയാണ് നമ്മൾ പുഴയിലേക്ക് നടന്നു പോകുന്നത്. വലതുഭാഗത്തായി വനം വകുപ്പിൻ്റെ തന്നെ ഒരു ക്യാൻറ്റീനും കാണാം. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഇരിക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ അവർക്ക് എൻ്റർടൈൻമെൻറ്റിനായി ഊഞ്ഞാലുമൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് കുട്ടവഞ്ചിയുടെ അടുത്തെത്തി. ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ആരെയും കുട്ടവഞ്ചിയിൽ പ്രവേശിപ്പിക്കുകയില്ല. അതുപോലെ പാദരക്ഷകളും കരയിൽ സൂക്ഷിക്കണം. ഇനി നമുക്കുള്ള ഊഴത്തിനു വേണ്ടി കാത്തു നിൽപ്പാണ്. കോന്നിയിൽ നിന്നും തണ്ണീർത്തോട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് അടവി ഇക്കോ ടൂറിസം കേന്ദ്രമുള്ളത്. ഏകദേശം കോന്നിയിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരം ഇടതൂർന്ന കാട്ടിലൂടെ ശുദ്ധമായ വായുവും ശ്വസിച്ച് നല്ല കാട്ടരുവിയുടെ സംഗീതവും കേട്ട് കാടിൻ്റെ സൗന്ദര്യം മൊത്തമായി ആസ്വദിച്ച് ഒരു യാത്ര. ആഹാ, മനോഹരം! ആനത്താരകളുള്ള വഴിയായതിനാൽ വഴിയിലിറങ്ങുന്നത് അപകടമാണ്. ഇടയ്ക്ക് നാടൻ ഭക്ഷണശാലകളും ഒക്കെയുണ്ട്. പമ്പ നദിയുടെ കൈവഴിയാണ് ഈ നദി. ഇരുവശങ്ങളിലും കോന്നി റിസർവ് വനങ്ങളാണ്. ഇടതൂർന്ന വനങ്ങളും പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും അതിനിടയിലൂടെയുള്ള കുട്ടവഞ്ചി യാത്രയും എന്തിനേറെ പറയുന്നു, മനോഹരം! മനം കുളിർപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മളും കുട്ടവഞ്ചിയിലേക്ക് കയറി. നഗരത്തിരക്കിൽ നിന്നും മാറി ഒരു ദിവസം വനത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക എല്ലാവർക്കും മാനസികമായ ആരോഗ്യവും സന്തോഷവും നൽകുന്നു. മൊബൈൽ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് അങ്ങനെയും സമാധാനമുണ്ട്. 2014 ആഗസ്റ്റിലാണ് കേരളത്തിലെ ആദ്യ കുട്ടവഞ്ചി സവാരി തുടങ്ങിയത്. അന്ന് 6 കുട്ടവഞ്ചികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 30ഓളം കുട്ടവഞ്ചികൾ ഇവിടെയുണ്ട്. തമിഴ്നാട് കർണാടക ബോർഡറിലുള്ള ഹൊഗനകലിൽ നിന്നാണ് ഈ കുട്ടവഞ്ചികൾ കൊണ്ടുവരുന്നത്. മുള കൊണ്ടാണ് കുട്ടവഞ്ചി നിർമ്മിക്കുന്നത്. വഞ്ചിയുടെ അടിഭാഗം മുൻപൊക്കെ ടാർ ഉപയോഗിച്ചാണ് ഫിനിഷ് ചെയ്തിരുന്നത്. എന്നാൽ ഇത് ചൂടാകുമ്പോൾ ഉരുകി ആൾക്കാരുടെ ദേഹത്ത് പുരളുമായിരുന്നു. ഇത് ഒഴിവാക്കാൻ ഇപ്പോൾ റബ്ബർ ഉപയോഗിച്ചാണ് ഫിനിഷ് ചെയ്യുന്നത്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് കുട്ടവഞ്ചി സവാരിയുടെ സമയം. മഴക്കാലമാണ് കുട്ടവഞ്ചി ആസ്വദിക്കാൻ പറ്റിയ സമയം. പമ്പാ നദിയുടെ കൈവഴിയായ കല്ലാറിലെ തെളിഞ്ഞ വെള്ളവും ചുറ്റും പച്ചപ്പും ഒരു നല്ല വിരുന്ന് പ്രകൃതി തന്നെ യാത്രക്കാർക്ക് സമ്മാനിക്കുന്നു. പ്രാദേശിക തുഴച്ചിൽക്കാർക്ക് ഹൊഗനകലിൽ നിന്നാണ് ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നത്. അവിടെ നിന്നും ഒരു ട്രെയിനർ വന്ന് ഇവരെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റെഡ് അലർട്ട് ഉള്ളപ്പോഴും കാലാവസ്ഥ മുന്നറിയിപ്പുള്ളപ്പോഴും ഇവിടെ തുഴച്ചിൽ ഉണ്ടാകാറില്ല. മറ്റു ടൂറിസം മേഖലകളെ പോലെ തിങ്കളാഴ്ച അവധി ദിവസം ഇവിടെയില്ല. എല്ലാ ദിവസവും തുഴച്ചിലുണ്ടാകും. വേനൽക്കാലങ്ങളിൽ കല്ലാറിൽ തടയണ കെട്ടി വെള്ളം കെട്ടി നിർത്തിയാണ് സവാരി ചെയ്യുന്നത്. തിരുവോണത്തിന് ഒരു ദിവസത്തെ അവധി ഉണ്ടായിരിക്കും. ഇവർക്ക് കോന്നിയിൽ ആന പാർക്കുമുണ്ട്. ഇവിടുത്തെ തുഴച്ചിൽക്കാർ വിനോദസഞ്ചാരികളുമായി നല്ല മിംഗ്ലിംഗ് ആണ്. നമുക്കറിയാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തരികയും ചെയ്യും. ഇവിടെ ആഴം കുറവായതിനാൽ അപകടങ്ങൾ ഉണ്ടാകാറില്ല. 1.5 അടി വെള്ളം മതി കുട്ടവഞ്ചി തുഴഞ്ഞു പോകാൻ എന്നാണ് അവർ പറയുന്നത്. രാത്രികാലങ്ങളിൽ ആന വെള്ളം കുടിക്കാൻ ഇവിടെ വരാറുണ്ടെന്നും അവർ പറഞ്ഞു. ആന പുഴ മുറിച്ച് കടന്നു പോകാറുണ്ടെന്നും പറഞ്ഞു. ഈ കാട്ടിനുള്ളിൽ രാജവെമ്പാലയെ കണ്ടുവെന്ന് ആ തുഴയുന്ന ആൾ പറയുന്നത് കേട്ടു. വഞ്ചിയിൽ യാത്രക്കാരെ ബാലൻസ് ചെയ്താണ് ഇരുത്തുന്നത്. ഒരാൾ എണീറ്റാൽ തന്നെ വീഴാൻ സാധ്യതയുണ്ട്. നദിയിൽ നല്ല ഒഴുക്കാണ്. നമ്മൾ കുട്ടവഞ്ചി ഒഴുക്കിനെതിരെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ആ സമയത്ത് നമ്മൾ കൈ പുറത്തേക്ക് ഇടണ്ട എന്ന് തുഴയുന്ന ആൾ പറഞ്ഞു. കാരണം കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരും തുഴയാൻ. ഈ മരത്തിൻ്റെ അടിയിലൂടെയൊക്കെ കുനിഞ്ഞ് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഏകദേശം ഇതുവരെയാണ് എല്ലാ ട്രിപ്പുകളും വരുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഈ കാണുന്ന മിക്ക കുട്ടവഞ്ചിയിലുമുള്ളവർ
വെഞ്ഞാറമൂട് BTCയിലെ പാക്കേജിൽ വന്ന യാത്രക്കാരാണ്. യാത്രയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കൂട്ടുകാരാണ്. ഡ്രിഫ്റ്റ് ചെയ്യാൻ പോവാണ്. എന്താ കുട്ടവഞ്ചിയിൽ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യാണ്. എല്ലാ കുട്ടവഞ്ചിയും അവരിതുപോലെ ഡ്രിഫ്റ്റ് ചെയ്യും, കൊണ്ടുവരും. അത് യാത്രക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണ്, സൂപ്പർ. നല്ല കാറ്റ്, വായു, ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ തുഴയേണ്ട ആവശ്യമില്ല. ഒഴുക്കിനനുസരിച്ച് വഞ്ചിയെ നിയന്ത്രിച്ചാൽ മതി. ഇപ്പോഴേക്കും നമ്മൾ തീരത്തെത്തി കഴിഞ്ഞു. റിപ്പോർട്ടർ ചാനൽക്കാരാണ്, അവർ വ്ലോഗ് എടുക്കുകയാണ്. ചേട്ടൻ്റെ അടിപൊളി റൈഡായിരുന്നു. താങ്ക്സ് ചേട്ടാ. ഇനി നമുക്ക് കുറച്ച് സമയം കല്ലാറിൽ ഇറങ്ങി നടക്കാം. അടിപൊളി വൈബാണ്. അടിഭാഗത്ത് ഒരുപാട് ഉരുളാൻ കല്ലുകളുണ്ട്, അതുകൊണ്ടായിരിക്കും കല്ലാറെന്ന് വിളിക്കുന്നത്. ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണ്, സൂപ്പർ വൈബാണ്. കുട്ടികളൊക്കെ ഈ വെള്ളത്തിൽ കളിക്കുന്നത് നമുക്ക് കാണാം. വർക്കിനെ പറ്റി നല്ല പിന്നെ വർക്കാണ്, സപ്പോർട്ടീവ് ആണല്ലേ. ടൂറിസ്റ്റുകളൊക്കെ നല്ല മാന്യമായിട്ടൊക്കെ ഇടപെടുന്നു. ഹാപ്പിയാണ്. എൻ്റെ പേര് രാജപ്പൻ എന്ന് പറയും. ഇവിടെ ഞാൻ ആദ്യമായിട്ടാ വരുന്നേ. കൊള്ളാം, നല്ല നല്ല ഇതായിരുന്നു. കുഴപ്പമില്ല, നല്ല സപ്പോർട്ടായിരുന്നു. പേടിയൊക്കെ മാറി. കുഞ്ഞിന് പേടിയായിരുന്നു, പിന്നെ പേടി മാറി. നല്ലായിരുന്നു. ഇപ്പോ വെള്ളത്തിൽ കയറാൻ എങ്ങനെയായിരുന്നു? പേടിയുള്ളതായിരുന്നു? സ്റ്റാഫൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു. ശരി, ഹാപ്പി ആയിരുന്നു.
ഇപ്പോൾ സമയം 5:30 അവർ വഞ്ചികളെല്ലാം കരയിലെടുത്ത് വയ്ക്കുകയാണ്. 5:30 കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കും. നമ്മളും തിരികെ വണ്ടിയിലേക്ക് നടന്നു. നമ്മുടെ പത്തനംതിട്ടയിൽ ഇത്രയും സുന്ദരമായിട്ടുള്ള ഈ സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു മടിച്ചിരിക്കുന്നു? വേഗം പോരൂ. ലൊക്കേഷൻ ഇതാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ.